അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സുപ്രിയ മേനോൻ, നമ്മുടെ സ്വന്തം പൃഥ്വിരാജ് 20 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് 60 വർഷത്തിന് ശേഷം ഡയറക്ടർ ആവണം, 3 ഭാഷയിലെങ്കിലും അറിയപ്പെടുന്ന നടനാവണം, അങ്ങനെയൊക്കെ പറഞ്ഞ് 20 വർഷം മുമ്പ് അഹങ്കാരി എന്ന് പേര് കേട്ട് ആ 20 വർഷം ആവുമ്പോൾ അന്ന് ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ 3 കാര്യങ്ങളും നല്ല വൃത്തിയും വെടിപ്പോടെ ചെയ്ത് കാണിച്ച പൃഥ്വിരാജ് സുകുമാരൻ്റെ ഭാര്യ. അതിൻ്റെ അപ്പുറത്ത് നാഷണൽ ചാനലിൻ്റെ ജേർണലിസ്റ്റാണ് പുള്ളിക്കാരി. BBC ആണെന്ന് തോന്നുന്നു. BBCയിലൊക്കെ ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് സുപ്രിയ പൃഥ്വിരാജ്, സുപ്രിയ മേനോൻ. അപ്പോൾ സുപ്രിയ പൃഥ്വിരാജ് നമ്മുടെ സലാർ കാണാൻ വന്ന സമയത്ത് സോ കോൾഡ് നമ്മുടെ മീഡിയാസ്, മൂവി റിവ്യൂ ബേസ്ഡ് ആയിട്ടുള്ള മീഡിയാസ് ഇല്ലേ, ഈ നടന്മാരുടെയും നടിമാരുടെയും സംവിധായകരുടെയൊക്കെ പുറകെ മൈക്കും ക്യാമറയായിട്ട് പോയിട്ട് നമ്മൾ ആറാട്ടണ്ണനെ പോലുള്ളവരെയൊക്കെ സെലിബ്രിറ്റീസാക്കി മാറ്റിയ സോ കോൾഡ് മീഡിയാസ്, പാപ്പരാസികൾ സുപ്രിയ മേനോൻ്റെ കയ്യിൽ പെട്ട്. സുപ്രിയ മേനോൻ്റെ കയ്യിൽ പെട്ട് എന്ന് പറയണം. അപ്പോൾ അവരുടെ കയ്യിൽ സുപ്രിയ മേനോനല്ല, സുപ്രിയയുടെ കയ്യിൽ അവർ പെട്ട്. അപ്പോൾ സോ കോൾഡ് പാപ്പരാസി കുറച്ച് ചോദ്യങ്ങൾക്ക് സുപ്രിയ റിപ്ലൈ കൊടുത്ത സമയത്ത് സുപ്രിയ 20 വർഷം മുമ്പ് പൃഥ്വിരാജ് സുകുമാരനെ ജനങ്ങൾ എന്ത് പറഞ്ഞു അതുപോലെ പറയാൻ തുടങ്ങി. ഇവൾ എന്ത് അഹങ്കാരിയാണ്, അങ്ങനെയാണ്, തേങ്ങാക്കൊലയാണ്, മുലക്കയുടെ മൂടാണെന്നൊക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ പറയാൻ കാരണക്കാരായ ആ ഇൻ്റർവ്യൂയുടെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ വെക്കാം. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം പുള്ളിക്കാരിയാണോ അഹങ്കാരി, അതോ ഇതുപോലത്തെ സോ കോൾഡ് പോപ്പരാസി ടൈപ്പ് ചോദ്യങ്ങളുമായിട്ട് പോകുന്ന ഇവരുടെ വിവരക്കേടാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. അതെ, എമ്പുരാന്റെ ഡയറക്ടറിന്റെ അടുത്ത് ചോദിക്കണം. ഞാനൊരു പ്രേക്ഷകരായിട്ട് വന്ന് കണ്ട സിനിമയാണ്, അല്ലെങ്കിൽ ആന്റണി പെരുമ്പാവൂരോ അല്ലെങ്കിൽ മോഹൻലാൽ സാറിനെ കാണുമ്പോൾ ചോദിക്കണം. എന്നോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഓക്കെ, നല്ല വൃത്തിയും വെടിപ്പോടെ വായിലിരിക്കണ കിട്ടിയിട്ടുണ്ട്. അതായത് സുപ്രിയ മേനോൻ, അതായത് പൃഥ്വിരാജ് സുകുമാരൻ അല്ലെ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് എമ്പുരാൻ്റെ പാർട്ടല്ല. എമ്പുരാൻ്റെ പാർട്ട്, പ്രൊഡക്ഷൻ പാർട്ട് ലൈക്കയും പിന്നെ ആശീർവാദ് സിനിമാസുമാണ്. പിന്നെ പൃഥ്വിരാജ് സുകുമാരൻ്റെ ഭാര്യയാണെന്ന് വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും അങ്ങനെ റിവീൽ ചെയ്യാൻ പറ്റില്ല. ഇവരൊരു പ്രൊഡക്ഷൻ്റെ കീഴിലുള്ളതാണെങ്കിൽ ഇവർക്ക് പറയാൻ പറ്റാവുന്ന കാര്യങ്ങൾ പറയാം. ഇൻ പ്രൊഡക്ഷനിൽ നിൽക്കുന്ന ഒരു പടം, പ്രീ പ്രൊഡക്ഷൻ കഴിഞ്ഞത് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നിൽക്കുന്ന ഒരു പടത്തിൻ്റെ കാര്യങ്ങൾ ഇവർക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. ഇവർ വൃത്തിക്ക് ചോദിച്ച് അതിനേക്കാൾ സ്റ്റാൻഡേർഡോടെ, ഇവരുടെ സബ് സ്റ്റാൻഡേർഡായ ചോദ്യത്തിന് വളരെ സ്റ്റാൻഡേർഡോടെ മറുപടി കൊടുക്കുകയാണ് ചെയ്തതെന്ന് എനിക്ക് ഈ റിപ്ലൈ കേട്ടിട്ട് തോന്നിയത്. പിന്നെ കുറച്ച് ബോൾഡായിട്ടും എൻ്റെ നിലപാടുകൾ കൃത്യമായിട്ടും പറയുന്നവരെ അഹങ്കാരിയാക്കുന്ന ശീലം മലയാളികൾക്ക് പണ്ടും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ ബോൾഡായിട്ട് റിപ്ലൈ കൊടുത്തതിനാണ് കുറേ കമൻറ്റോളികൾ വന്നിട്ട് കമൻസ് ഇട്ടിട്ടുണ്ട് ആ വീഡിയോൻ്റെ അടിയിൽ. അങ്ങനെ ആ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് വരാൻ കാരണമായ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് മാത്രമല്ല, 1, 2, 3 ബൈറ്റ് കൂടി ഉണ്ട്. ഞാൻ വെക്കാം, എല്ലാം നമുക്ക് കാണാം, ബാക്കി കാണാം. ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുകയാണല്ലോ, കുടുംബ പ്രേക്ഷകർ ഒന്നടക്കം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം സലാറിനൊരു ഭീഷണിയായിട്ട് തോന്നുന്നുണ്ടോ? എന്തിന് ഇത്ര പേര് എല്ലാ സിനിമകളും കാണുമല്ലോ. ഇപ്പം സലാറ് കാണുന്ന ആള് നേര് കാണുന്നില്ല എന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ നേര് കണ്ടോ? അപ്പൊ നിങ്ങൾ സലാറ് കാണാൻ വന്നോ? പിന്നെന്താ? അപ്പൊ പ്രശ്നം എന്താ ഉള്ളത്? ആൾക്കാർ അവർക്ക് ഏതാ ഇഷ്ടം വന്ന് കണ്ടോളും. ചിലപ്പോൾ എല്ലാം കാണും. ഇപ്പൊ ഞാൻ ഇന്ന് നേര് കണ്ടിട്ടില്ല, ബട്ട് ഐ എം ഹിയറിംഗ് വെരി ഗുഡ് റിപ്പോർട്ട്സ്. ഐ എം സോ ഹാപ്പി ബിക്കോസ് ഇതെല്ലാവരും ഞങ്ങളുടെ ഫാമിലിയാണ്. മോഹൻലാൽ സാർ ആണെങ്കിലും ജിത്തു ആണെങ്കിലും ആന്റണി ആണെങ്കിലും. അപ്പം ഒബ്വിയസ്ലി വെരി വെരി ഹാപ്പി ടു സീ ദാറ്റ് ദ ഫിലിം ഇസ് ഡൂയിങ് വെൽ, ഗ്രേറ്റ് റിപ്പോർട്ട്സ്. ബട്ട് ഐ തിങ്ക് ദർ ഇസ് റൂം ഫോർ എവറിഥിങ്. ലൈക്ക് ഡങ്കി ഈസ് ഓൾസോ കം ഔട്ട്. അത് കണ്ടിട്ടില്ല, കണ്ടോ? പുള്ളിക്കാരി പറഞ്ഞാണ് ഇതിലെ കറക്റ്റ് പോയിന്റ്. അതായത് നല്ല സിനിമകളാണെങ്കിൽ എല്ലാം ഇവിടെ സക്സസ് ആവും. ഇത് നേരം സക്സസ് ആയതുകൊണ്ട് സലാറിന് അത് ചീത്തപ്പേരോ. ഇപ്പോൾ സലാറിന് കുറച്ച് മോശം റിപ്പോർട്ട് വന്നത് നേരം സക്സസ് ആയി, നേരം സലാറിനെ ബീറ്റ് ചെയ്തൊന്നുമല്ല. സലാറിൻ്റെ മേക്കിംഗ് പാറ്റേണുകളിൽ കുറേ പേർക്കത് അഡ്ജസ്റ്റ് ആയില്ല. അതുകൊണ്ട് നേരം കുറച്ചുകൂടി എടുത്ത് കാണിക്കപ്പെട്ട്. ഇപ്പം നേരവും സലാറും ഒരേ ലെവലിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ 2 സിനിമകൾ ഇവിടെ സക്സസ് ആയിട്ടുണ്ട്. ഇറങ്ങിയ 3-4 സിനിമകൾ ഒരേ വർഷം ഒരേ ടൈമിൽ ക്ലാഷ് റിലീസ് വെച്ചിട്ട് സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട്. നല്ല സിനിമകൾ എപ്പോഴും ഇവിടെ സക്സസ് ആവും. അത് ആരുടെ സിനിമയാണ്, ഏത് പ്രൊഡക്ഷൻ്റെ കീഴിലുള്ളതാണ്, ആരാ സംവിധാനം ചെയ്യുന്നത് നോക്കിയിട്ടല്ല, കണ്ടൻറ്റ്. ഇപ്പം നേരം ജിത്തു ജോസഫ് ലാലേട്ടൻ്റെ കൂട്ടുകെട്ടിൽ ഇറങ്ങിയ പടമാണ്. ഇതിനു മുമ്പേ സക്സസ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഉണ്ടാക്കിയ ടീമാണ്.
അവരൊരു നേരെ മോശം സിനിമയെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇവിടെ സക്സസ് ആവില്ലായിരുന്നു. അത് സലാറ് അപ്പോൾ സലാറിൻ്റെ ഇത് കൊണ്ടോ ഹൈപ്പ് കൊണ്ടാണോ സലാർ ഇവിടെ പൊട്ടിയത്? എന്തുകൊണ്ടാണ്? സലാറിനാണ് ഏറ്റവും ഞാൻ കണ്ടതിൽ 2023 ഏറ്റവും മോസ്റ്റ് അവൈറ്റഡ് മൂവി എന്ന് പറഞ്ഞാൽ സലാറായിരുന്നു. എന്നിട്ട് സലാർ ഇവിടെ പൊട്ടിയെന്ന് ഞാൻ പറയില്ല, കാരണം എനിക്കത് ഓക്കെ മസ്റ്റ് വാച്ച് മൂവി തന്നെയാണ്, നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് വരുന്നതാണ്. പക്ഷേ എങ്കിൽ സലാർ പോലൊരു സിനിമ ഇവിടെ ഡൗൺ ആയത് നേരം സക്സസ് ആയതുകൊണ്ടല്ല. KGF പോലൊരു സിനിമകളൊക്കെ കണ്ടു വന്ന ആളുകൾക്ക് എന്തോ കണക്റ്റ് ആയില്ല, ഓഡിയൻസിന് കണക്റ്റ് ആവാത്ത എന്തൊക്കെയോ പാറ്റേൺസ് ഉള്ളതുകൊണ്ടാണ് സക്സസ് ആവാത്തത്. അല്ലാണ്ട് സലാർ വന്നതുകൊണ്ട് നേരം സക്സസ് ആവില്ല, നേരം സക്സസ് ആയാൽ സലാർ സക്സസ് ആവില്ല എന്നൊക്കെ പറഞ്ഞു സോ കോൾഡ് മീഡിയ പാപ്പരാസി ടൈപ്പ് ചോദ്യമായിട്ട് പോയി അവർ നല്ല വൃത്തി കണ്ണാക്കിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നുമല്ല ഇത്. ആദ്യം എമ്പുരാനെ കുറിച്ച് ചോദിച്ച് ഏറ്റില്ല, വാങ്ങി. അടുത്തത് നേരം സക്സസ് ആയതുകൊണ്ട് എന്താ സലാറിന് മോശമാകുന്നു, കാരണം സലാറിൽ പൃഥ്വിരാജാണല്ലോ. ഈ ചോദ്യത്തിൻ്റെയൊക്കെ പാപ്പരാസി ടൈപ്പ് പരിപാടി എവിടെയാണ് പോകുന്നത്? അതായത് സലാർ സക്സസ് ആയതിൽ നിങ്ങൾക്ക് വിഷമമുണ്ടോ, സലാറിനൊരു ഹൈപ്പ് കുറഞ്ഞതിൽ വിഷമമുണ്ടോ, നേരം സക്സസ് ആയതിൽ സങ്കടമുണ്ടോ എന്നുള്ള രീതിയിലൊരു കുത്തിത്തിരിപ്പാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നടന്നില്ല. ഉത്തരം നല്ല വെടിപ്പും വൃത്തിയോടെ ബോൾഡായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് സമയത്ത് KGF-ഉം ഈ സിനിമയായിട്ട് ഭയങ്കര കമ്പാരിസൺ വരുന്നുണ്ട്. അപ്പൊ ഇതിപ്പോ ഒരുപാട് താഴെ നിൽക്കുന്ന സിനിമ എന്നുള്ള രീതിയിലാണ് പൊതുവെ ഒരുപാട് അത് ആൾക്കാർ പറയട്ടെ. ആൾക്കാരുടെ അഭിപ്രായമല്ലേ, സിനിമ ഉണ്ടാക്കുന്നത് ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല. അവർക്ക് അങ്ങനെ തോന്നുന്നുവെങ്കിൽ ഇറ്റ്സ് വെരി ബാഡ്, ഇറ്റ്സ് ഓക്കെ. ഐ മീൻ ഇഫ് ദേ ഡോണ്ട് ലൈക്ക് ഇറ്റ് ഡോണ്ട് വാച്ച് ഇറ്റ്, അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പം എല്ലാ ഇത്രയേ ഉള്ളൂ. ഒരു പ്രൊഡക്ഷൻ്റെ കീഴിലൊരു പ്രൊഡ്യൂസറായിട്ട് വർക്ക് ചെയ്യുമ്പം ആ പ്രൊഡ്യൂസറായിട്ട് എങ്ങനെയാണ് അവരുടെ മൈൻഡ് സെറ്റ് എന്ന് വൃത്തിക്ക് നമുക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ആ ചോദ്യത്തിന് ഉത്തരം കൊടുത്തത്. ഇപ്പോൾ KGF ആയിട്ട് കമ്പാരിസൺ വരുമ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പടം സക്സസ് ആവും. ആ ഒരു 2 പോയിന്റിലേ ഇതിനെ കാണുന്നുള്ളൂ. ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞാൽ അവർ പാടിനങ്ങ് പോവുകയാണ്. ഇവരാണ് ഇതുപോലുള്ള സെലിബ്രിറ്റീസിനെ കിട്ടുമ്പോൾ KGF-ൻ്റെ അത്ര വന്നില്ലല്ലോ, സലാർ അങ്ങനെയാണല്ലോ, സലാർ മോശമായല്ലോ, നേരം സക്സസ് ആയല്ലോ, നിങ്ങൾക്ക് അതിൽ വിഷമമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു കുടുംബശ്രീ ലെവലാക്കാൻ നോക്കുന്നത് ഈ പാപ്പരാസി മീഡിയാസാണ്. അല്ലാണ്ട് ഇവരൊക്കെ വൻ ഹൈ ലെവലായിട്ടാണ് ഇതിനെയൊക്കെ കാണുന്നത്. ഇവർക്കൊന്നും ഇവരുടെ രോമത്തിൽ പോലും ഏക്കില്ല. ആ ലെവലാണ് ഇവരുടെയൊക്കെ തോട്ട് പ്രോസസ്സ്. ഒരു പ്രൊഡ്യൂസറുടെ മൈൻഡ് സെറ്റ് എന്താണ്, അവരെങ്ങനെയാണ് സിനിമയെ ജഡ്ജ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ സുപ്രിയയുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ ധാരാളം. പക്ഷേ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും മലയാളികൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. മലയാളികൾ കമൻറ്റ് ബോക്സിൽ നല്ല രീതിക്ക് കുരു പൊട്ടിക്കുന്നുണ്ട്. ഈ കുരു പൊട്ടാനുള്ള കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഒരു സ്ത്രീ ആയതുകൊണ്ടാണോ ഇത്രയും കൃത്യമായിട്ടുള്ള മറുപടികൾ കൊടുക്കാൻ പാടില്ല എന്നുണ്ട് സ്ത്രീകൾ എല്ലാം? ഇത് പൃഥ്വിരാജ് സുകുമാരൻ്റെ ഭാര്യയായതുകൊണ്ട്, അവൻ പണ്ടേ അഹങ്കാരിയാണ്, അവൻ്റെ ഭാര്യ ആയതുകൊണ്ട് അഹങ്കാരമാണ് ഇവൾക്കെന്നാണ്. ഇവർ വേറൊരു ഇൻഡിവിജ്വലാണ്. ഇവർക്ക് പൃഥ്വിരാജിനേക്കാൾ എനിക്ക് തോന്നുന്നു പൃഥ്വിരാജിനേക്കാൾ ഒരു ഐഡൻറ്റിറ്റി ഉള്ള, നിലപാടുള്ള, വൃത്തിക്ക് കാര്യങ്ങൾ കൺവേ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് സുപ്രിയ എപ്പോഴും തോന്നുന്നത്. കാരണം അത്രയും നാഷണലൈസ് ചാനലൊക്കെ ജേർണലിസ്റ്റായിട്ട് അങ്ങോട്ടേക്കാണ് യുദ്ധം പയറ്റിയ ടീമിൻ്റെ അടുത്താണ് ഈ പാപ്പരാസി ചോദ്യങ്ങളായിട്ട് പോകുന്നത്. പിന്നെ കിട്ടാതിരിക്കുക, കിട്ടി വയറ് നിറഞ്ഞതും പോരാ, ആ ലെവലിൽ ചിന്തിക്കുന്ന കുറച്ച് കമൻറ്റോളികൾ വന്നിട്ട് കമൻറ്റ് വിട്ടേക്കുന്നു. ദ ലാസ്റ്റ് വൺ, ഇത് സുപ്രിയയുടെ വായന്ന് വേറെ എന്തോ കിട്ടുന്നുണ്ട്. അതാണല്ലേ ഹൈലൈറ്റ് ചോദ്യം. അതായത് പ്രഭാസിനെയാണോ ഭർത്താവിൻ്റെ അഭിനയമാണോ സലാറിൽ ഇഷ്ടപ്പെട്ടതെന്ന്. ഒരു അറ്റ്ലീസ്റ്റ് മാനർ, ഒരു മീഡിയയുടെ സ്റ്റാൻഡേർഡെങ്കിലും കീപ്പ് ചെയ്യേണ്ടത്. ഇത്രയും സബ്സ്റ്റാൻഡേർഡായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ കൊണ്ടാണോ ഒരു പ്രൊഡ്യൂസർ എടുത്തോ അല്ലെങ്കിൽ ഒരു ഹൈ പ്രൊഫൈലിൽ നിൽക്കുന്ന ഒരു സെലിബ്രിറ്റിയുടെ അടുത്ത് പോകേണ്ടത്? അവരൊക്കെ ഒന്നുമില്ലെങ്കിൽ ആ ഫീൽഡിലുള്ളതല്ലേ, ജേർണലിസ്റ്റല്ലേ. അവരോട് ചോദിക്കുമ്പോൾ അവരൊരു ജേർണലിസ്റ്റ് ആണെന്നുള്ള റെസ്പെക്റ്റ് കൊടുത്തു വേണ്ടേ ചോദ്യം ചോദിക്കാൻ. ഇമാതിരി നമ്മളെ നാട്ടിലെ കുടുംബശ്രീ നടക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങളുമായിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നടക്കുന്ന ചോദ്യങ്ങളുമായിട്ടാണ് ഇവരുടെ അടുത്തൊക്കെ പോകുന്നത്. സുപ്രിയ നല്ല വൃത്തിക്ക് വയറ് നിറച്ച് കൊടുത്തിട്ടുണ്ട്. കേട്ടാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ ഈ ഫിലിമിലാണെങ്കിൽ നിങ്ങൾക്ക് ആരെയും ഇഷ്ടപ്പെടുക? എനിക്ക് സിനിമയുടെ കാര്യം പെർഫോം ചെയ്ത ആളെ എനിക്ക് ഇഷ്ടപ്പെടുക. അപ്പൊ ആരായിരുന്നു നിങ്ങൾക്ക് തോന്നിയത്? എന്റെ ഭാര്യ ഭർത്താവ് അല്ലല്ലോ. പക്ഷെ എന്റെ ഭർത്താവാണ്. എനിക്ക് രണ്ടുപേരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബട്ട് ഓഫ് കോഴ്സ് ഐ ലവ് പൃഥ്വി ഇൻ ദ ഫിലിം, ഇറ്റ്സ് സൂപ്പർ. പക്ഷേ എനിക്ക് തോന്നിയത് ഇത് പ്രശാന്ത് നീലിന്റെ ലോകമാണ്, നമ്മളെല്ലാവരും അതിൽ ഒരു ചെറിയ ഭാഗമാണ്. അത്രേ ഉള്ളൂ. ഒരു സിനിമയിൽ അഭിനയിച്ചു, അവർക്ക് സ്വാഭാവികമായിട്ടും അവരുടെ ഭർത്താവ് നമ്മളെല്ലാവരെയും ഉണ്ടാവും.
ഇപ്പം ഞാൻ സിനിമയിൽ അഭിനയിക്കുകയാണ്, അല്ലെങ്കിൽ ഞാനൊരു പൊസിഷനിലേക്കാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ, എൻ്റെ ഫാമിലിയിൽ നിന്ന് ഒരാൾ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ആ സിനിമ കാണുന്നതിൻ്റെ കൂടെ അതുപോലൊരു സിനിമയുടെ ഭാഗമാവുന്ന എൻ്റെ റിലേറ്റീവ് എന്നുള്ളൊരു പ്രൗഡ് എൻ്റെ ഉള്ളിലുണ്ടാവും. എനിക്ക് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന അവരായിരിക്കും. ഇത് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ കൊണ്ട് ഇവരുടെ അടുത്തൊക്കെ പോകേണ്ട വല്ല ആവശ്യമുണ്ട്? പിന്നെ ഈ ചോദ്യം ചോദിക്കുന്ന പുള്ളി പലതവണയായിട്ട് വയറ് നിറച്ച് പല സെലിബ്രിറ്റീസിൻ്റെ അടുത്ത് നിന്നും മേടിച്ചിട്ടുള്ളതാണ്. ഒരു മിനി നമ്മുടെ എന്താ പറയുക ഹൈഡ്രോളിയാണ് ആൾ. എന്തായാലും സുപ്രിയ നല്ല വൃത്തിക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പോയിന്റിലേക്ക് വരാം. സുപ്രിയ പറഞ്ഞ മറുപടികൾ നമ്മുടെ മലയാളി സമൂഹം, മലയാളി കമൻറ്റോളികൾക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. എടോ, ഒരാൾക്ക് നിലപാടുണ്ടാവുക, അവരവരുടെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുക എന്നുള്ളത് അതവരുടെ ക്വാളിറ്റി ആയിട്ടല്ലേ നമ്മൾ കാണേണ്ടത്. എനിക്ക് ഭയങ്കര ഇത്രയും മെച്ചുവേർഡായിട്ടും ഇത്രയും ഇത്രയും പെർഫെക്ഷനോടെ കാര്യങ്ങളെ നോക്കിക്കാണുന്ന ഒരു ലേഡിയായിട്ട് എനിക്ക് അവരെ തോന്നിയത്. എല്ലാ ചോദ്യത്തിനും അവർക്ക് അവരുടേതായ വ്യക്തിപരമായ സ്റ്റാൻഡുണ്ട്. ആ സ്റ്റാൻഡിൽ അവർ ഉറച്ചു നിൽക്കുന്നുണ്ട്. അതിനെ അഹങ്കാരമാക്കിയിട്ട് മലയാളികളുടെ സ്ഥിരം സ്വഭാവമാണ് നിലപാടുള്ളവനെ, അല്ലെങ്കിൽ എല്ലാത്തിനും വ്യക്തമായ അഭിപ്രായമുള്ളവനെ അഹങ്കാരിയാക്കും. ഒന്ന് താഴ്ന്ന് എല്ലാത്തിനെയും ഒതുങ്ങിപ്പോകുന്നവൻ സാധു, അവൻ നല്ലവൻ. എന്തേ വ്യക്തമായിട്ട് അഭിപ്രായവും നിലപാടുള്ള ആളുകളായിട്ട് നട്ടൽ നിവർന്ന് ആർക്കും നിന്നൂടെ? ഒരു സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീക്ക് നിന്നൂടെ? അഹങ്കാരം, ഇതിനെയൊക്കെ അഹങ്കാരം എന്നല്ല പറയേണ്ടത്, നിലപാടുകൾ അല്ലെങ്കിൽ വ്യക്തിത്വം എന്ന് പറയാം നമുക്ക്.